ഹലോ ഗായ്സ്. അപ്പം ഇന്ന് വീട്ടിൽ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മാങ്ങ കണ്ടപ്പോൾ ഞാൻ കരുതി ഒരു ചമ്മന്തി അരച്ച് കളയാന്ന്. അപ്പം നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്സിയുടെ ജാർ എടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്ത് മാങ്ങ ഇടുക, 2 ചെറിയ ഉള്ളി ഇടുന്നുണ്ട്, പിന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടുന്നത് എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ ഒരു പച്ചമുളക് മതി, അത് തന്നെ നല്ല ആവശ്യത്തിന് എരിവുണ്ടായിരിക്കും. പിന്നെ നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ നമുക്ക് ഇനി ഇതൊന്ന് പെട്ടെന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മളിവിടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. നോക്കൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ചമ്മന്തി നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാം? ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ കപ്പ ഉണ്ടെങ്കിൽ കപ്പയുടെ കൂടെ. അപ്പോൾ അതാണ് നമ്മളെ വീട്ടിൽ കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഈ കപ്പയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും കപ്പ വൈകിട്ട് പുഴുങ്ങിയിട്ട് നമുക്ക് ഈ ചമ്മന്തിയും കൂടെ കൂട്ടി കഴിച്ചാൽ നല്ല ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു.